ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സുകൾ നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കടയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗം ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്ത ഗ്ലാസ് ബോട്ടിലില്ലേ, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്തൂടെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബോർഡിൽ ഫുള്ളായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഷേപ്പിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് എടുക്കാനില്ലെങ്കിൽ അതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വേസ് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ക്ലേ ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതേ രീതിയിൽ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ആ ക്ലേയുടെ രണ്ട് സൈഡും ജസ്റ്റ് കൈ കൊണ്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഇതൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം പീസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ഇതേ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ലേയുടെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, കൈ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ചധികം പീസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്ലവറിന് എത്രത്തോളം വലുപ്പം വേണോ ആ രീതിയിൽ ഇതുണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഉണ്ടാക്കിയ ഇതളുകളൊക്കെ ബോട്ടിലിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇതളുകൾ ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം പശ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ആ ഇതളുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ചെറിയൊരു പീസ് പരത്തി എടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ചെറിയൊരു സാധനം വെച്ചിട്ട് പിന്നോ അങ്ങനെ എന്തെങ്കിലും കട്ടി കുറഞ്ഞ സാധനം വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട് പോലെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ആ ഫ്ലവറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊരു 2 ഫ്ലവറേ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം ഫ്ലവർ ഉണ്ടാക്കിയതുപോലെ തന്നെ സെയിം അതേ രീതിയിൽ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ഫ്ലവറും ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇലയും കൂടെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ആ ഫ്ലവറിൻ്റെ ഇതളുണ്ടാക്കിയ അതേ സെയിം രീതിയിലാണ് ഇലയും ഉണ്ടാക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തൂടെ ഇതുപോലെ ചെറിയ ചെറിയ ഇലയുടെ പുറത്തൊക്കെ കാണില്ല, അതുപോലെ ചെറിയ ചെറിയ ലൈനൊക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് ഇല ഉണ്ടാക്കിയിട്ട് അതും കൂടി ആ ഫ്ലവറിൻ്റെ ഇടയ്ക്കൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവർ മാത്രമാകുമ്പം കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. ഫ്ലവറിൻ്റെ കൂടെ ഇലയും കൂടെ ഒക്കെ ഒന്ന് വരുമ്പോഴാണ് കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് ഇല ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതും അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ചെടിയുടെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വള്ളികൾ പോലെയൊക്കെ കാണില്ലേ, അതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തും കൂടി കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ക്ലേ കട്ടി കുറച്ചൊന്ന് പരത്തി എടുത്തിട്ട് ഒരു 2-3 ലെയർ ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചരടൊക്കെ ചുറ്റി കൊടുക്കില്ല, ആ ഈ രീതിയിൽ ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് റൗണ്ടിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അത് കുറേ പീസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിതുപോലെ അടുപ്പിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ചുറ്റിനും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഒരു 2-3 ലെയർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ പീസൊക്കെ ഫുൾ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഈർക്കിലി അങ്ങനെ എന്തെങ്കിലും കട്ടി കുറഞ്ഞ സാധനം വെച്ചിട്ട് ചെറിയൊരു ഡോട്ട് പോലെയും കൂടി ഇട്ട് കൊടുക്കുക, ചെറിയൊരു ഡിസൈൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ താഴെ ചെയ്തതുപോലെ ക്ലേ കൊണ്ട് ചെറിയ ലെയർ മുകളിലും 2-3 ലെയർ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ക്ലേ ചെറിയ പൂള് പോലെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ബീഡ്സിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഇങ്ങനെ ഓരോരോ പീസ് അടുപ്പിച്ചായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ഫ്ലവറും അതിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്ത് കൊടുത്ത വർക്കും ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ടൊരു വയലറ്റ് കളറാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ബ്ലാക്കും ഒക്കെ അല്ലേ കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഫുള്ളൊരു വയലറ്റ് കളറ് പെയിൻറ്റ് ചെയ്ത് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് കൊടുത്തതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഉൾഭാഗത്തും വയലറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മെറ്റാലിക് കോപ്പർ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഫ്ലവർ വേസ് ഫുള്ളായിട്ട് നല്ല രീതിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വയലറ്റ് കളറിന് പകരം ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തു എടുക്കാം കേട്ടോ. ആ രീതിയിൽ ചെയ്തെടുത്താലും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്തിട്ട് ഇനി ഫ്ലവർ വേസ് ഒന്നും വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല. വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.